ഇസ്രായേലും ഹമാസുമായി യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ നൂറുകണക്കിന് ദിവസങ്ങളാകുന്നു. ആ സംഘർഷത്തിലേക്ക് ഹൂതികൾ കൂടി കടന്നു വന്നതോടുകൂടി മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ നിന്ന് കത്തുകയാണ്. ഹമാസിനും ഹൂതികൾക്കും വളരെ ശക്തമായി പിന്തുണയും മറ്റ് സഹായങ്ങളും നൽകുന്നത് ഇറാനാണ്. ഇറാൻ ഹൂതികൾക്ക് നൽകുന്ന ആയുധങ്ങളിൽ എടുത്തു പറയേണ്ടത് ഇറാൻ നൽകുന്ന ഇറാൻ നിർമ്മിത ഡ്രോണുകളെക്കുറിച്ചാണ്. ഹൂതികൾക്ക് സൈനികപരമായി വളരെയധികം മേൽക്കോയ്മ നൽകുവാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഈ ഡ്രോണുകൾ റഷ്യ ഇറാന്റെ പക്കൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. വെസ്റ്റേൺ കൺട്രീസിന്റെയും അമേരിക്കയുടെയും അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉക്രൈന്റെ മുന്നേറ്റം തടയുവാൻ റഷ്യയ്ക്ക് ഇറാൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ച് ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചെന്നാൽ ഇറാൻ ഇന്ന് ലോകത്തിലെ തന്നെ വളരെ വലിയ ഒരു ഡ്രോൺ ശക്തിയായി മാറിയിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ വളരെ അത്യാധുനികമായ ഡ്രോണുകളാണ് ഇറാൻ എന്ന രാജ്യം വികസിപ്പിച്ചെടുത്തത്. ഡ്രോൺ ടെക്നോളജിയിൽ വളരെ മുൻപിൽ നിൽക്കുന്ന വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. അത്രത്തോളം മികച്ച ഡ്രോണുകളാണ് ഇറാൻ ഇന്ന് നിർമ്മിക്കുന്നത്. പല വിധത്തിലുള്ള ഡ്രോണുകൾ ഇന്ന് ഇറാന്റെ പക്കലുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇറാന്റെ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുവാൻ സാധിക്കുന്ന സൂയിസൈഡ് ഡ്രോണുകളെക്കുറിച്ചാണ്. ഈ ഡ്രോണുകൾ വളരെ ചീപ്പായ വിലയ്ക്ക് ലഭ്യമാകുന്ന ഡ്രോണുകളാണ്. അതായത് ഒരു സാധാരണ കാർ വാങ്ങിക്കുന്ന വിലയ്ക്ക് ഈ ഡ്രോണുകൾ വാങ്ങിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു സാധാരണ ബലിസ്റ്റിക് മിസൈലിന് ഏകദേശം $10 മില്യൺ ചെലവ് വരുന്നത്. അതേസമയം ഈ ഡ്രോണുകൾക്ക് ഏകദേശം $20,000 മാത്രമാണ് ചിലവ് വരിക. ഈ ഡ്രോണുകൾക്ക് ഒരു മിസൈലിനോളം പോന്ന പ്രഹരശേഷി ഉള്ളതാണ്. മാത്രവുമല്ല ഈ ഡ്രോണുകൾക്ക് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ശക്തമായ ആക്രമണം നടത്തുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ഡ്രോണുകളാണ് റഷ്യ ഇറാന്റെ പക്കൽ നിന്നും വാങ്ങിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം ഇറാൻ എന്ന രാജ്യം എങ്ങനെയാണ് ഇത്ര വേഗം ഡ്രോൺ ടെക്നോളജിയിൽ വളരെയധികം വളർച്ച കൈവരിച്ചത് എന്ന്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോകേണ്ടി വരും. 1980-ലാണ് ഇറാൻ ആദ്യമായി തദ്ദേശീയമായി ഒരു ഡ്രോൺ നിർമ്മിക്കുന്നത്. അത് ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ അവർ ഇറാഖിന് നേരെ ഉപയോഗിക്കുകയും ചെയ്തു. അന്ന് അവർ ഭാവിയിൽ ഡ്രോണുകളുടെ ആവശ്യകത മനസ്സിലാക്കിയിരിക്കണം. തുടർന്ന് അവർ ഡ്രോൺ ടെക്നോളജിയിൽ വളരെയധികം ഫോക്കസ് ചെയ്തു. തുടർന്നുള്ള വർഷങ്ങളുടെ ശ്രമഫലമായാണ് അവർക്ക് ഒരു ഡ്രോൺ ശക്തിയായി മാറുവാൻ സാധിച്ചത്. അതിനാൽ ഇന്ന് മികച്ച ഡ്രോൺ ടെക്നോളജി ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇറാന്റെ പേരും ചേർത്തപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യ പോലും ഡ്രോൺ ടെക്നോളജിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതേ ഉള്ളൂ. ഈയിടയ്ക്കാണ് ഇന്ത്യ തദ്ദേശീയമായി ഒരു ഡ്രോൺ പൂർണ്ണമായും നിർമ്മിച്ചത്. കൂടാതെ റഷ്ദം പോലെയുള്ള ഡ്രോണുകൾ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും ഓപ്പറേഷണൽ അല്ല. ഇസ്രായേലിൽ നിന്നും മറ്റും വാങ്ങിയ ഡ്രോണുകളാണ് ഇന്ത്യ നിലവിൽ സൈന്യത്തിൽ ഉപയോഗിക്കുന്നത്. കൂടാതെ അമേരിക്കയിൽ നിന്നും MQ-9 റീപ്പർ എന്ന ഡ്രോണും ഇന്ത്യ വാങ്ങിക്കുന്നുണ്ട്. ഭാവിയിൽ ഇന്ത്യ ഒരു ഡ്രോൺ ശക്തിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം സൈനിക ശക്തിയിൽ ഇന്ത്യയുടെ അടുത്ത് പോലും വരാത്ത ഇറാൻ എന്ന രാജ്യം ഇന്നൊരു ഡ്രോൺ ശക്തിയായി മാറിയിരിക്കുന്നു. ഭാവിയിൽ ഡ്രോണുകളുടെ ആവശ്യകത മനസ്സിലാക്കി ഡ്രോൺ ടെക്നോളജിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇറാനിലെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണത്തെക്കുറിച്ച് പറയാതെ വയ്യ. ഇവ കൂടാതെ അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഇറാൻ വീണ്ടും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നന്ദി.